വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പയനിയറിൻ്റെ ഒരു 6.5 ഇഞ്ച് ഒരു കാർ സ്പീക്കറാണ്, അല്ലെങ്കിൽ കോയാക്സിൽ സ്പീക്കറാണ്. സോ വളരെ നല്ലൊരു സ്പീക്കറാണ്. ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഇപ്പോൾ കിട്ടുന്നതിനകത്ത്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പയനിയറിൻ്റെ 6.5 ഇഞ്ച് കോയാക്സിൽ സ്പീക്കർ. TS-1602IN എന്ന് പറയുന്ന ഒരു മോഡലാണിത്. ഇവരുടെ ബേസിക് മോഡൽ ഈ ഒരു മോഡൽ നമ്പറായിട്ടാണ് വരുന്നത്. 350 വാട്ടാണ് മാക്സിമം, 50 വാട്ട് RMS. അപ്പോൾ ഇത് ഒരു സ്റ്റാർട്ടിങ് മോഡലാണ്. നല്ലൊരു പാക്കേജിങ്ങിലായിട്ടാണ് വന്നേക്കുന്നത്. ആസ് യൂഷ്വൽ അവർക്ക് ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കളർ ടോൺ വരുന്ന ഒരു പാക്കേജിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ സ്പീക്കർ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താൻ പ്രത്യേക കാരണമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ വാല്യൂ ഫോർ മണിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മോഡലാണത്. മുന്നേ വന്നിരുന്ന പയനിയറിൻ്റെ മോഡലിനെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആക്കിയിട്ടുണ്ട് ഇത്. കാര്യം ദിസ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നല്ല ലൗഡാണ്, നല്ല ബേസ് ഉണ്ട്, നല്ല വോക്കലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് വീട്ടിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ നമുക്കിതിൻ്റെ അൺബോക്സ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അൺബോക്സ് ചെയ്തതിന് മുമ്പ് ഞാൻ എൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് പറയാം. 50 വാട്ട്സാണ് RMS വന്നിരിക്കുന്നത്, 350 വാട്ട്സാണ് പീക്ക്, നോമിനൽ ഇംപെഡൻസ് 4 ohms ആണ്. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 88 dB ആണ്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 30 Hz to 35 kHz ആണ്. സോ അത്യാവശ്യം നല്ല ഒരു പാരാമീറ്റേഴ്സ് ഉള്ള, അത്യാവശ്യം നല്ലൊരു പാരാമീറ്റേഴ്സ് ഉള്ള, നല്ലൊരു ക്വാളിറ്റി, അത്യാവശ്യം പവർ ഹാൻഡ്ലിംഗ് ഉള്ള ഒരു മോഡലാണിത്. നിങ്ങൾക്ക് വണ്ടിയിലേക്ക് ആണെങ്കിൽ യൂസ് ചെയ്യാം, കാറിലേക്ക് ഡോർ സ്പീക്കേഴ്സായിട്ട് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയാണ്. ഇത് പയനിയർ ഒറിജിനൽ തന്നെയാണ്. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. സോ അത് നോക്കി കണ്ടും മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിരിക്കും കൂടുതലും കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറാൾ സ്പെസിഫിക്കേഷൻ. മറ്റു കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്കിത് കാറിലേക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഇതിന് ഗ്രില്ലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാര്യം മിക്കവാറുള്ള ഇപ്പോൾ ഉള്ള കാറിനെല്ലാം തന്നെ ആ ഒരു ഡോർ പാഡലിനകത്ത് ഗ്രില്ല് പോലൊരു ഫ്രെയിം വരുന്നുണ്ട് പ്രൊട്ടക്ഷനായിട്ട്. സോ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ 3990, അതായത് 3990 ആണ് MRP വന്നിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം ഇത് മേടിക്കാം. കാര്യം ഓരോ സ്ഥലങ്ങളിലും റേറ്റ് മാറി മാറി വരും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളും വരുന്നത്, ഇതിൻ്റെ ക്വാളിറ്റി, മറ്റു കാര്യങ്ങളും അതുപോലെ ബിൽഡ് ക്വാളിറ്റി എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇത് അൺബോക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു തെർമോക്കോൾ പാക്കേജിങ്ങിലായിട്ടാണ്. പയനിയറിൻ്റെ എല്ലാ സ്പീക്കേഴ്സും സബ്വൂഫേഴ്സും എല്ലാം നല്ല ക്വാളിറ്റി പാക്കേജിങ്ങിലായിട്ട് തെർമോക്കോൾ പാക്കഡായിട്ടാണ് വരുന്നത്. സോ നമ്മളിത് ട്രാൻസ്പോർട്ടേഷൻ ടൈമിലുള്ള ഇമ്പാക്റ്റൊക്കെ വളരെ കുറവാനാണ് ചാൻസ് കൂടുതൽ. JBLൻ്റെ ആ ഒരു സബിൻ്റെ പാക്കിങ് പോലെയല്ല, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പാക്കിങ്ങാണ് ഇവരുടെ സ്പീക്കേഴ്സും സബും എല്ലാം തന്നെ. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നതിൻ്റെ കുറച്ച് ക്ലാമ്പ്, അതുപോലെ തന്നെ മൗണ്ടിങ് സ്ക്രൂസ്, പിന്നെ ഒരു പെയർ വയറും വരുന്നുണ്ട്. ഈ വയർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി വയറാണ്. ബാക്കിയുള്ള സ്പീക്കറിൻ്റെ കൂടെ വരുന്ന കണക്കുള്ള ക്വാളിറ്റി കുറഞ്ഞ വയറൊന്നുമല്ല. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് വാറണ്ടി കാർഡ്. വാറണ്ടി കാർഡ് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഡ്യൂപ്ലിക്കേഷൻ്റെ കൂടെ ഒരിക്കലും വാറണ്ടി കാർഡ്, അതുപോലെ തന്നെ അതിനകത്ത് ബാർകോഡ് പ്രിൻറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ബാർകോഡിന് സ്റ്റിക്കർ ഇട്ടൊരു വാറണ്ടി കാർഡ് കിട്ടില്ല. അത് നിങ്ങൾ എപ്പോഴും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വെണ്ടറിൽ നിന്ന് മാത്രമേ പയനിയർ, സോണി പോലുള്ള കമ്പനികളുടെ സാധനങ്ങൾ വാങ്ങാവുള്ളൂ. കൂടുതലും ഡ്യൂപ്ലിക്കേറ്റാണ് വരുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെർമോക്കോളിനകത്ത് നല്ല വെൽ പാക്കഡായിട്ടാണ് ഈ ഒരു സ്പീക്കർ വരുന്നത്. ഇതിന് ഗ്രില്ലോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഇതൊരു കാർ സ്പീക്കറാണ്, കാറിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കാറിൻ്റെ ഡോറിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് വെച്ചിട്ടാണ് ഇപ്പം കാറിൻ്റെ ഡോർ പാഡെല്ലാം ചെയ്ത് തന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഒരു ബ്രാൻഡഡ് സാധനങ്ങൾ എപ്പോഴും നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷും ഉണ്ട്. ആ ഫിറ്റ് ആൻഡ് ഫിനിഷും ആ ഒരു ക്വാളിറ്റിയും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. നല്ല ക്വാളിറ്റി ഉള്ളൊരു ചെറിയൊരു മാഗ്നറ്റിക് ഡോം ട്യൂട്ടർ സെൻറ്ററിൽ അവർ പിടിപ്പിച്ചിട്ടുണ്ട്. മറ്റേ കോണും കാര്യങ്ങളെല്ലാം പോളിപ്രോപ്പിലിൻ ബേസ്ഡ് IMPP കോണാണ്. അത് സ്ഥിരമായിട്ട് പയനിയർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു കോൺ നിർമ്മിച്ചിരിക്കുന്നത്. എഡ്ജസ് എല്ലാം റബ്ബർ ഫിനിഷ്ഡാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കറാണിത്. ഇതിൻ്റെ ഫ്രെയിം ആയാലും അതിൻ്റെ ബാസ്ക്കറ്റ് ആയാലും മാഗ്നറ്റ് ആയാലും ബാക്കിലെ കപ്ലിംഗ് ആണോ മനസ്സിലാകുന്നത്. ഒരു ചെറിയൊരു ബൾജിങ്ങിനകത്ത് പയനിയർ അവരുടെ മോഡൽ നമ്പർ, വാട്ട്സ്, പയനിയർ കോർപ്പറേഷൻ, അതുപോലെ തന്നെ മെയ്ഡ് ഇൻ വിയറ്റ്നാം, പിന്നെ ഒരു ചെറിയ ബാർകോഡും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം. ഒറിജിനലിൽ മാത്രമേ ഇങ്ങനൊരു ലേബലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ബാക്ക് സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്പൈഡറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് സ്പൈഡറാണ്.
ഫ്ലാറ്റ് സ്പൈഡറിന് കുറച്ചും കൂടെ റെസ്പോൺസ് കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ഗ്ലൂവും കാര്യങ്ങളെല്ലാം നല്ലൊരു ഫിനിഷാണ്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്ലൂ, അതായത് ഗ്ലൂ തേച്ചേക്കുന്നതും അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷും ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. അതുപോലെ ഈ ബാസ്ക്കറ്റൊക്കെ വ്യത്യാസമുണ്ട് ഡ്യൂപ്ലിക്കേറ്റിനകത്ത്. സോ നമുക്ക് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ തിരിച്ചറിയാൻ പറ്റും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പീക്കർ കാറിലേക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഒരു റൂമിലേക്കും യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ക്വാളിറ്റി ഉള്ളൊരു ബേസ് കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളൊരു വോക്കൽസ് കിട്ടുന്നുണ്ട്, ഹൈസും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സോ ലോ ടു ഹൈ എന്ന് പറയുന്നത് എൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് തന്നെ പറയുന്നത് 35 ഹെഡ്സ് തൊട്ട് 35 കിലോ ഹെഡ്സ് വരെയാണ്. സോ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ടോൺ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ട് ഉള്ളൊരു സ്പീക്കറാണിത്. നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ സിപ്പ് അവാർഡ് പോലുള്ള കമ്പനികളുടെ 6.5 ഇഞ്ചോ അങ്ങനത്തുള്ള എടുത്ത് വെച്ച് ഒരു 3-way ഉണ്ടാക്കാൻ വലിയ ചിലവ് വരും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇത് കണക്കുള്ള 6 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. കാര്യം എങ്ങനെ നോക്കിയാലും ഇത് രണ്ടിൻ്റെയും വില എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ അവാർഡിൻ്റെയൊക്കെ 3-way ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടി ഒരുപടി മുകളിൽ നിൽക്കും. പിന്നെ അവാർഡിൻ്റെ 3-way കുറച്ചുകൂടെ ലൗഡായിരിക്കും എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു ലൗഡ്നെസ് താരതമ്യേന കുറവായിരിക്കും, പക്ഷേ ഡീറ്റെയിലിംഗ് വളരെ കൂടുതലായിരിക്കും. അത് 100% ഉറപ്പാണ്. സോ വീട്ടിലേക്ക് നിങ്ങൾ 50 വാട്ട്സ് പെർ ചാനൽ ആംപ്ലിഫയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നതാണ്. 4 ohms ആണ് നോമിനൽ ഇംപെഡൻസ്. ഇപ്പം STK 4091, അതുപോലെ തന്നെ TDA 7294, അത് അങ്ങനെയുള്ള ഇപ്പം എല്ലാം 3886 അങ്ങനെയുള്ള IC-കളുള്ള ഇത് മാച്ചിങ് ആണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു സ്പീക്കറാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.